ഹാപ്പി സോൾസ് സെൽഫ് ലവ് ചലഞ്ചിന്റെ 11ാമത്തെ ദിവസത്തിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സന്തോഷം സ്വാഗതം. ഡേ 10 നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ ബോഡിക്കുള്ള മിറർ വർക്കാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ മുഴുവൻ നിങ്ങൾ മിറർ വർക്കിൽ നമ്മളുടെ ബോഡിയെ എനിക്കിഷ്ടമാണ്, ഐ ലവ് യു ഡിയർ ബോഡി, യു ആർ അമേസിങ്, യു ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ബോഡിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കുറച്ച് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്, പ്രധാനമായിട്ടും കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മുടെ ബോഡിയിലെ ഇൽനെസ്സിന്, അതായത് ഡിസീസസിനെ എങ്ങനെ ഉണ്ടാകാനായിട്ട് എങ്ങനെയാണ് കാരണമാകുന്നതെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ 11ാമത്തെ ദിവസം എന്തായിരിക്കും നിങ്ങളുടെ ടോപ്പിക് എന്ന് ആലോചിച്ച് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ 11ാമത്തെ ദിവസം നമ്മൾ ഡീൽ ചെയ്യുന്നത് വേറെ ഒരു നെഗറ്റീവ് ഇമോഷനെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുറച്ച് കാര്യമാണ് ദേഷ്യം എന്ന് പറയുന്നത്, ആങ്കർ. നമുക്ക് ചില വ്യക്തികളോടോ സാഹചര്യങ്ങളോടോ നമുക്ക് എപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിയോട് തന്നെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് തന്നെ നമുക്ക് പലപ്പോഴും വീണ്ടും 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 നമുക്ക് തോന്നാറുള്ളൊരു ഇമോഷനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേഷ്യം, ഈ നെഗറ്റീവ് ഇമോഷനായിട്ടുള്ള ആങ്കറിനെ നമ്മൾ എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളിന്ന് നോക്കാൻ പോവാണ്. നമ്മളിങ്ങനെ സെൽഫ് ലവിലേക്ക് ഇറങ്ങുക എന്ന് വെച്ചാൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഡിഗ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഒരു സെൽഫ് എക്സ്കവേഷനാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് കീറി നമ്മൾ അകത്തേക്കൊന്ന് പരിശോധിക്കുകയാണ് ഈ സെൽഫ് ലവ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡിഗ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവിടെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ആങ്കർ എന്ന് പറയുന്നൊരു ഇമോഷൻ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് പാസ്റ്റ് ലൈഫിൽ നമുക്ക് വ്യക്തികളോട്, സാഹചര്യങ്ങളോട്, സിറ്റുവേഷൻസിനോടും ഒക്കെ തോന്നിയ നെഗറ്റീവായിട്ടുള്ള ആ ദേഷ്യഭാവം നമ്മുടെ ഉള്ളിൽ എവിടേക്കോ കിടപ്പുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 11 ആങ്കറിനെ പറ്റിയാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മിറർ വർക്ക് നമ്മളിൽ ആങ്കറിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ആങ്കറിനെ റിലീസ് ചെയ്യാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിലുടനീളം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആങ്കർ റിലീസ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥയെപ്പറ്റി നമുക്ക് ആദ്യം ഒന്ന് പറയാം. ആങ്കർ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷനാണ്, പക്ഷേ ഇറ്റ്സ് എ ഹോണസ്റ്റ് ഇമോഷൻ. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. ദേഷ്യം നമുക്ക് വരാം, നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികം മാത്രം. ഇപ്പോൾ സ്വസ്ഥയിലേക്ക് വരുന്ന എല്ലാവരും പറയുമ്പോൾ സ്വസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെ സംഭവമില്ല. സ്വസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇമോഷൻസും വരും, പക്ഷെ അത് കറക്റ്റ് വേയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. ആ ദേഷ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നറിയാമോ, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയെന്ന് അറിയാതെ ഇതിന് വിഴുങ്ങും. ചിലപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്ത സമയത്ത് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കില്ല എക്സ്പ്രസ് ചെയ്തത്. നമുക്കപ്പോൾ വഴക്ക് കേട്ടുണ്ടാവും, പിന്നെ ആ ഒരു സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് പലപ്പോഴും പേടിയാണ് നമ്മളുടെ ദേഷ്യത്തെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യമാണല്ലോ, ദേഷ്യം കാണിക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അങ്ങ് വിഴുങ്ങിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ബോഡിയാണ് ഇപ്പോൾ ഇതിൻ്റെ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളുടെ ബോഡി എന്ത് ചെയ്യും, ഈ ഒരു ആങ്കറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളുടെ ബോഡി. പലതരത്തിലുള്ള ഇൽനെസ്, നമ്മൾ ഇന്നലെ പറഞ്ഞ റിസെൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ സപ്രസ്ഡ് ആങ്കറാണ്. നമ്മൾ പുറത്ത് കാണിക്കാതെ നമ്മളുടെ ശരീരത്തിനകത്ത് ഒരു വ്യക്തിയോ ഒരു ആളെയോ ഒരു സിറ്റുവേഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ആങ്കർ ആണ് റിസെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ റിലീസ് ചെയ്യും? നമ്മുടെ പലതരത്തിലുള്ള അസുഖങ്ങളും ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രീ ആകാനായിട്ട് പറ്റും. ഞങ്ങളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, മറ്റൊരാളുടെ ദേഷ്യവും പകയും നമ്മളെ എങ്ങനെ ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും ഫോർഗീവ്നെസ്സും ക്ഷമ, ആങ്കർ റിലീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് നമ്മളെ കുറച്ചുകൂടെ ലൈറ്റാക്കുക, നമ്മളെ കുറേ കൂടെ റിലീസ് ചെയ്യാൻ, വളരെ സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ടും നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആങ്കർ നല്ല രീതിയിൽ റിലീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആങ്കർ റിലീസ് ചെയ്യാൻ മിറർ വർക്ക് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കാം, എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കാം. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒന്നെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ള ആ വ്യക്തിയെ നമുക്ക് ആലോചിക്കാം. ആ ആൾ നമ്മുടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ആളോട് ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുക. കണ്ണാടിയിൽ നോക്കി ഇപ്പം പറയുകയാണ്, ഇപ്പം ഹസ്ബൻഡിനോടാണ് ദേഷ്യം, അല്ലെങ്കിൽ വൈഫിനോടാണ് ദേഷ്യം, അല്ലെങ്കിൽ അമ്മയോടാണ്, പാരൻസിനോടാണ്, മക്കളോടാണ്, ആരോടാണോ നിങ്ങൾക്ക് ആ ഇമോഷൻ, ആങ്കർ ഇമോഷൻ ഉള്ളത്, ആ വ്യക്തിയെ നിങ്ങളുടെ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുകയും ആ വ്യക്തിയോട് നിങ്ങൾ
എനിക്ക് ദേഷ്യമാണ് നിന്നോട്, എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി, എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം, ഓപ്പണായിട്ട് പറയാം. നിങ്ങൾക്ക് എത്ര ലൗഡായിട്ട് വേണമെങ്കിലും സംസാരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചീത്ത വാക്കുകൾ പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ നിങ്ങൾ കണ്ടെത്തുന്ന മാർഗം, അതിനെ കൃത്യമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിക്കണം, അതായത് പറയുന്നതല്ലാതെ ഫിസിക്കലി നമുക്ക് പ്രകടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് പില്ലോസ് എടുത്തിട്ട് നമുക്ക് ആ പില്ലോയോട് നോക്കി സംസാരിക്കാം, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ അടിക്കാം, അതിനെ ഇടിക്കാം, അതിനെ ഇങ്ങനെ പിച്ചാം, നമുക്ക് എന്താണോ മാന്തി കീറാം. അങ്ങനെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നമ്മുടെ ഇമോഷൻ മുഴുവൻ പുറത്തേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഒരു സിറ്റുവേഷൻ അല്ലെ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് എടുക്കാം, അല്ലെ ഡിഫറെൻ്റ് ആയിട്ട് ആങ്കർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഡീൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറേ ആങ്കർ നമ്മൾ നോക്കി വരുമ്പോൾ കുറേ സങ്കടങ്ങൾ, ദേഷ്യം വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ നമുക്കത് ഓരോ ദിവസമായിട്ട് അതിനെ ഇങ്ങനെ കണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഉറപ്പാണ് നിങ്ങൾ വളരെയധികം ലൈറ്റ് ഹാർട്ടഡ് ആക്കുവാൻ, വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള നമുക്ക് ഈ ആങ്കർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വളരെ ഫ്രീ ആവുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ സുഗന്ധം പരത്തുന്ന ഒരു ശരീരമാകുന്നത് പറ്റും. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെല്ലാം ഗന്ധം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് എത്രമാത്രം ദുർഗന്ധം വരുത്തുന്ന ഒരു സാധനമായിരിക്കും നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഇതൊക്കെ. നമ്മളുടെ വീട്ടിൽ വേസ്റ്റൊക്കെ ഇടുന്ന വേസ്റ്റ് ബിന്നൊക്കെ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യും അല്ലേ? അത് 2-3-4 ദിവസം, ഒരു വർഷങ്ങൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ നമ്മുടെ ബോഡിയിൽ ഈ നെഗറ്റീവ് ഇമോഷൻസ് വർഷങ്ങളായിട്ടിരുന്നിട്ട് അതിനൊരു സ്മെല്ല് അടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അടുത്തേക്കൊന്നും ഒരു മനുഷ്യനും വരാൻ പറ്റത്തില്ല അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കിക്കാമോ. ഈ നെഗറ്റീവ് ഇമോഷൻസ് ക്ലിയർ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദയയാണ്. അത് മറ്റൊരാളോട് കാണിക്കുന്ന സംഭവം അല്ല. അപ്പോൾ അതൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ആ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വലിയൊരു മാർഗ്ഗമാണ് ഈ മിറർ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ നമ്മളുടെ മിററിൽ പേസ്റ്റ് ചെയ്തുകൊണ്ട് അയാളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാം ആ ആൾ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്ന്. അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വഴിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആങ്കറിനെ റിലീസ് ചെയ്യാം. ആങ്കർ എന്ന് പറഞ്ഞാൽ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. ആങ്കർ വരും, ആ വരുന്ന ആങ്കറിനെ നമ്മൾ ബ്യൂട്ടിഫുള്ളി ചാനലൈസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ നല്ല രീതിയിൽ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും. സോ ഡേ 11 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. നമ്മുടെ ആങ്കറിനെ റിലീസ് ചെയ്തുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡേ 11 ആങ്കർ റിലീസിങ് പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇന്ന് 11ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പ് 10 ദിവസത്തെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വസ്തിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഹീലിംഗ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹീൽ ദ വുമൺ ടു ഹീൽ ദ ഫാമിലി എന്ന ബ്യൂട്ടിഫുൾ മിഷനുമായിട്ട് സ്വസ്തി മുന്നോട്ട് പോകുന്നു. നമ്മളുടെ ഹീലിംഗ് പ്രോഗ്രാംസിൻ്റെ ഭാഗമാകുവാൻ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഗ്രൂപ്പിലുണ്ട്, താഴെയുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വി ആർ റെഡി ടു ഹെൽപ്പ് യു. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. I am sorry. Please forgive me. Thank you. I love you. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.